പ്രിയ സ്നേഹിതരെ, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊക്കെ ക്ഷീണിക്കും അല്ലേ? ഒരു മൺവെട്ടി കൊണ്ട് കിളയ്ക്കുന്ന ഒരാളായാലും അദ്ദേഹവും ക്ഷീണിക്കും. ഓഫീസുകളിൽ പോയി കറങ്ങുന്ന കസേരയിൽ എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന ആളും വൈകിട്ട് ക്ഷീണിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അധ്വാനം പല തരത്തിലും പല അളവിലാണെങ്കിലും ക്ഷീണം എല്ലാ മനുഷ്യർക്കുമുണ്ട്. പകലന്തിയോളം പാടത്ത് പണി ചെയ്യുന്ന മനുഷ്യരും അവരുടെ ആരോഗ്യം മുഴുവൻ ഉപയോഗിച്ച് അവർ ജോലി ചെയ്ത് വൈകിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള മനുഷ്യരും അവരുടെ ശാരീരിക കഴിവനുസരിച്ച് അധ്വാനിക്കുന്നു, വൈകിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അല്പം കൂടെ അധ്വാനം ചെയ്യണം എന്നാരെങ്കിലും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുകയില്ല, ഇനിയും വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്നുറങ്ങിയില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമുക്കെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു അഭിപ്രായമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനുള്ള അവസരം ലഭിച്ച് രാവിലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടേതായ അധ്വാന മേഖലകളിലേക്ക് പോകാൻ ഒരു ആരോഗ്യം, ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണിത് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ശരീരം ദൈവം അതിനെ ഘടനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ശരീരത്തിൻ്റെ ഘടനകൾ അങ്ങനെയാണ്, അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അധ്വാനം, ശരീരം കൊണ്ടുള്ള അധ്വാനം അല്പം നേരത്തേക്ക് നിർത്തിവെച്ച് കൊടുത്താൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക്, പ്രവർത്തനക്ഷമതയുള്ള അവസ്ഥയിലേക്ക് മടങ്ങി വരുവാനുള്ള എല്ലാ പ്രവർത്തന രീതികളും ദൈവം പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്. ഇതേപോലെ ഞാൻ ഒരു വാക്യം ബൈബിളിലുള്ളത് ഈ ചിന്തയോട് അനുബന്ധിച്ച് പറയട്ടെ. ദൈവം പറയുന്നൊരു വാക്കാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നെഴുതിയിരിക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. നമ്മളൊക്കെ അധ്വാനിക്കുന്നവരല്ലേ? ആന്ന്. ഭാരം ചുമക്കുന്നവരാണോ? ആന്ന്. എന്നാൽ ചുമക്കുവാൻ കഴിയാത്ത ഭാരമായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ചുമക്കാൻ പറ്റുന്ന ഭാരമാണെങ്കിൽ നമ്മൾ ചുമന്ന് ആ കാര്യം നേടിയെടുത്ത് പിന്നെ അതിന് ശേഷമുള്ള ക്ഷീണം മാറ്റാനുള്ള വിശ്രമം ചെയ്ത് നമ്മൾ വീണ്ടും ഊർജ്ജസ്വലരായി മാറുന്നു. ദൈവം പറയുന്നു, അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവീൻ. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് സമ്മതിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും എല്ലാവരെയും വിളിക്കുക. മടിയന്മാരെ ദൈവം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ മടിയന്മാരെ ദൈവം വിളിക്കുന്നത് എന്താ പറയുന്നറിയാമോ? മടിയന്മാരെ അധ്വാനിക്കുവിൻ. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കണ്ട എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനർത്ഥം എന്താണ്? അധ്വാനിക്കണം എന്ന് ദൈവം നമ്മോട് വളരെ കർശനമായി ആവശ്യപ്പെടുന്നു. അധ്വാനിക്കാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ് മടിയന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അധ്വാനിക്കാൻ പഠിപ്പിക്കണം. അവരുടെ പഠനകാലത്ത് അവർ പഠിക്കട്ടെ, അവർ കളിക്കേണ്ട സമയത്ത് കളിക്കട്ടെ, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കട്ടെ. ഏത് വിധത്തിലായാലും ഒരു ദിനചര്യ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യം. ദൈവം പറയുകയാണ്, ഏത് മനുഷ്യനും ദൈവത്തിനടുക്കൽ വരണം. എന്തിനാണെന്നറിയാമോ? ആശ്വാസം ലഭിക്കാൻ, ഒരു ക്ഷീണം മാറുവാൻ, ഊർജമുണ്ടാകുവാൻ, പ്രവർത്തനക്ഷമത വീണ്ടെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. കാരണം എന്താണെന്നറിയോ? അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പ്രക്രിയ ഇങ്ങനെ നടക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ട് ദൈവം നമ്മുടെ ശരീരത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് കൊണ്ടും ആ പ്രോഗ്രാം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, ദൈവമേ, ഞാൻ അധ്വാനിച്ചു, ഞാൻ ഭാരം ചുമന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ ശരീരത്തിന് വേണ്ട ഊർജം തരണമേ
എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഊർജം, വിശ്രമത്തിലൂടെ ലഭിക്കുന്ന ഊർജം കൂടാതെ ദൈവത്തിൽ നിന്നും ഒരു ഊർജം നമുക്ക് ലഭിക്കും. ദൈവത്തിൽ നിന്നൊരു ആരോഗ്യം നമുക്ക് ലഭിക്കും. ദൈവം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതാക്കി നിർത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. മനുഷ്യ ജീവൻ കൂടാതെ ദൈവത്തിൻ്റെ ജീവൻ കൂടെ പകർന്നു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ബൈബിൾ പറഞ്ഞത് വേറൊരു വാക്യമുണ്ട്, ദൈവം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ദൈവം വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ സകല ജീവികളെയും ദൈവം കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണഗതിയിൽ ഓരോ ജീവികളും ചെയ്യുന്നത് കൂടാതെ ദൈവത്തിൻ്റെ ഒരു ജീവൻ, ദൈവത്തിൻ്റെ ഒരു ഊർജം, ദൈവത്തിൻ്റെ ഒരു ശക്തി ഓരോ ദിവസവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിനടുക്കൽ ചെല്ലാം. ദൈവമേ, ആ ഊർജം എനിക്ക് തരണം, ദൈവത്തിൻ്റെ ജീവനും ശക്തിയും എനിക്ക് തരണമേ, ഞാനൊന്ന് ബലപ്പെടട്ടെ, ഞാൻ ആരോഗ്യത്തോടെ പുഷ്ടിയോടെ ഞാൻ ജീവിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം അതിന് നമ്മെ നിശ്ചയമായും സഹായിക്കും.